ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്നതിന് ശേഷം നമുക്ക് ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കും, പിന്നെ പൊടിയും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഒന്നിങ്ങനെ അങ്ങ് കമഴ്ത്തി കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്. നല്ല ഈസിയാണ് കേട്ടോ. ഇങ്ങനെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഒന്നിച്ച് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വേഗം തന്നെ പുട്ടൊക്കെ ആക്കി എടുക്കുകയാണ്. ഇത്താത്ത മക്കളൊക്കെ ഉള്ള ദിവസം തന്നെയാണ് കേട്ടോ. അവർ ഇന്നത്തെ ദിവസം പോവും. അപ്പോൾ ഒരിതുകൊണ്ട് 2 ദിവസമൊക്കെ നിന്നിട്ട് പോകുമ്പോൾ ഒരു എന്തോ പോലെ ആണല്ലോ. അപ്പോൾ കറിയും പിന്നെ പുട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റടിക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസം നല്ല കാറ്റും മഴക്കോളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലോണം ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ്. അപ്പോഴേക്കും അവളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പാത്രം കഴുകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ഇത്താത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ വലിയൊരു പണിയൊന്നും ഉണ്ടാവില്ല, കാരണം അവൾ ഏറ്റെടുക്കും കേട്ടോ. പാചകമൊക്കെ നമ്മളിങ്ങനെ കൂടെ നിന്നൊന്ന് സഹായിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പുതിനയൊക്കെ ഒന്ന് പറിച്ച് കൊടുത്തതാണ്. അപ്പോഴേക്കും അവൾ മസാലയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറും കൂടി കുക്കറിൽ ആക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അരിയൊക്കെ ഇടുകയാണ്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ആയി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദമ്മിടാനുണ്ട് കേട്ടോ. അത് നമ്മൾ കുക്കറിൻ്റെ ആവി പോയതിന് ശേഷമാണ് ഇടുക. അപ്പോഴേക്കും നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് എന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാണ് ചോറിൻ്റെ ഇത് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ദമ്മിട്ട് വെച്ചത്. അങ്ങനെ നമ്മളിതാ വൈത്തിരിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നൂർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീപ്പിൽ അവർ കൊണ്ടുപോകും. നല്ല റോഡാണ്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല വരാൻ വേണ്ടിയിട്ട്. അവിടുന്ന് താഴേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ്. വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. നമുക്ക് ചൂട് എന്ന് പറയുന്നൊരു സംഭവം അതിൻ്റെ മേലെ എത്തിയാൽ ഇല്ല. നല്ല കാറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ച് നല്ല സുഖത്തിലിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ AC-യിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, അതുപോലെ ഒരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പല ഫ്ലേവറിലുള്ളതും ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടതൊക്കെ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫത്തുമൊക്കെ നല്ല ഹാപ്പിയാണ്. അവളിങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അനുഭവിച്ചറിയാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പം ഭയങ്കര ഒരു അതിശയം തന്നെ ആയിരിക്കും. കാരണം പുല്ല് മേഞ്ഞ വീട് അങ്ങനെയൊക്കെ ഒന്നും അങ്ങനെ കാണാനില്ലല്ലോ. എവിടെയെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അത്രക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും. അപ്പോൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയത് ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ മുളയരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തേന്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. പക്ഷേങ്കിൽ നടക്കുമ്പോൾ നമ്മളൊരു 3 മണി ടൈമിലൊക്കെ ആണ് കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത്. 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ 3 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈമാണ്. ചെറിയ വെയിലുണ്ടെങ്കിലും അതൊന്നും നമ്മൾ അറിയൂല. നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഓരോ ഹട്ടിൻ്റെ ഉള്ളിലും നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രീതികളും മുള കൊണ്ടും പുല്ല് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള ഇതാണ്. പക്ഷേ ഒരു ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. അതിൻ്റെ ജനലും വാതിലുകളും ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഫത്തുവിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അതിശയം തന്നെയായിരുന്നു. ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റിയൊരു സ്ഥലം, നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ. അത് അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ
കയറിയിട്ടുള്ളതാണ്. അപ്പോൾ പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതും അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പൈനാപ്പിൾ ഉപ്പിലിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാങ്ങ ഉപ്പിലിട്ടത് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എനിക്കത് വാങ്ങിയിട്ടില്ല. നീനുവിനും ഫത്തുവിനും മാങ്ങയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാൻ. അല്ലാതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതാ അവിടെ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട്, നമ്മളിതാ തിരിച്ചു പോരുകയാണ്. നല്ല രസമുണ്ട്. അപ്പോഴേക്കും ഇതാ കൽപ്പറ്റെത്തിയപ്പോഴേക്കും ഭയങ്കര മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, റോഡിലേക്കൊന്നും കാല് കുത്താൻ വയ്യ, അങ്ങനത്തെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചൂടിന് നല്ലൊരു മഴ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ സിറ്റൗട്ടിൽ നിന്ന് മഴയൊക്കെ ആസ്വദിച്ച്, ഇവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ടോ മഴ പെയ്യുന്ന. പല സ്ഥലത്തേക്കും മഴയൊന്നുമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ തണുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല മഴ തന്നെയായിരുന്നു. ഇന്ന് താത്ത മക്കളൊക്കെ പോവുകയാണ്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് അളിയൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.